പശ്ചിമേഷ്യയിൽ യുദ്ധം വർദ്ധിക്കുന്ന സാഹചര്യത്തിലും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് കടന്ന് LPGയുമായി 2 ഇന്ത്യൻ കപ്പലുകൾ കൂടി രാജ്യത്തെത്തി. ഗുജറാത്തിലെ വടിനാർ ടെർമിനലിൽ നാവികസേനയുടെ കാവലിലാണ് കപ്പലുകൾ എത്തിച്ചേർന്നത്. ഒരു കപ്പലിൽ 47,000 മെട്രിക് ടൺ പാചകവാതകമുണ്ട്. നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ചരക്ക് മാറ്റുന്ന ഷിപ്പ് ടു ഷിപ്പ് രീതിയിലൂടെ ഗ്യാസ് കൈമാറ്റം ഉടൻ ആരംഭിക്കും. നന്ദാദേവി ഉൾപ്പെടെ കൂടുതൽ കപ്പലുകൾ ഉടൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പേർഷ്യൻ ഗൾഫ് മേഖലയിലുള്ള എല്ലാ ഇന്ത്യൻ കപ്പലുകളും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ വ്യക്തമാക്കുന്നു. നിലവിൽ ഇന്ത്യൻ പതാകയുള്ള 20 കപ്പലുകളും 540ഓളം ഇന്ത്യൻ ജീവനക്കാരും ഈ മേഖലയിലുണ്ട്. രാജ്യത്തെ ഊർജ്ജ വിതരണ ശൃംഖല തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള സുരക്ഷിത ഗതാഗതം ഇന്ത്യ നേരത്തെ തന്നെ ഉറപ്പാക്കിയിരുന്നു. യുദ്ധസാഹചര്യം മോശമാകുന്ന പശ്ചാത്തലത്തിലും ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സർക്കാർ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ് നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദ വേഴ്സറ്റൈൽ ജ്വല്ലറി.